ഒരു ചെടി നട്ട് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് എന്നും പോയി നോക്കി ഓമനിച്ച് അതിലൊരു മൊട്ടുണ്ടായി കാണാൻ വേണ്ടി കൊതിച്ച് നിൽക്കാറില്ലേ നമ്മളൊക്കെ? അങ്ങനെ മൊട്ടുണ്ടായി അത് വിരിയാൻ വേണ്ടി കാത്തുക്കുമ്പോഴോ ഇങ്ങനെയുള്ള പുഴുക്കളും പ്രാണികളും ഒക്കെ അത് തിന്നു തീർക്കും. എത്ര സങ്കടം ഉണ്ടാവൂലേ അത് കാണുമ്പോൾ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ കേട്ടോ. എൻ്റെ പൂക്കളൊക്കെ ഓരോ ദിവസം പോയി നോക്കുമ്പോഴും ഓരോ തരം പുഴുക്കളും ഓരോ പ്രാണികളാണ് കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ പുഴുക്കളാട്ടോ കൂടുതലും കാണുന്നത്. അപ്പം ഞാനതിനെന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ഇങ്ങനത്തെ പ്രാണികൾ തിന്ന ഇലകളും പൂക്കളും ഒക്കെ വെട്ടിക്കളിയുക ചെയ്യുക. അധികവും മഴക്കാലത്താട്ടോ ഇങ്ങനത്തെ കീടശല്യം ഉണ്ടാവുക. ഇങ്ങനെ പുഴു തിന്ന റോസ് പൂക്കളും ഇലകളും ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ പിന്നെ ചതച്ചിട്ട് നീരുണ്ടാക്കി ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പപ്പായേൻ്റെ ഇല, വെളുത്തുള്ളി, കഞ്ഞിവെള്ളം, വിനാഗിരി ഇവയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രഷ് പപ്പായേൻ്റെ ഇലയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത് തലേന്ന് തന്നെ പാത്രത്തിലാക്കിയിട്ട് വെക്കണം. പിറ്റേന്ന് അത് അരിച്ചെടുത്ത് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ആര്യവേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പില കിട്ടുകയാണെങ്കിൽ ആര്യവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും കറ്റാർവാഴയും കൂടി അരച്ച് കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി തലേന്ന് തന്നെ വെക്കുക. എന്നിട്ട് പിറ്റേന്ന് അതെല്ലാം കൂടി ഒന്നും കൂടി പിന്നെ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എന്താണ് കിട്ടുന്നത് അതൊക്കെ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വിനാഗിരിയും സോപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കാന്താരി മുളക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം എടുക്കുമ്പം രൂക്ഷ ഗന്ധം വരും. അതിങ്ങനെയാണ് ഈ പുഴുക്കളെല്ലാം ചെടികളിൽ നിന്ന് പോകുന്നത്. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും മഴ ഇല്ലാത്ത സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നല്ല വെയിലത്ത് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിഭാഗത്തും കൂടി സ്പ്രേ ചെയ്യാൻ മറക്കരുത്. മുകൾ ഭാഗത്ത് മാത്രമല്ല ഇലേൻ്റെ അടിയിലും പുഴുക്കൾ ഉണ്ടാവും. അപ്പം അത് രണ്ട് ഭാഗത്തും ഒരുപോലെ സ്പ്രേ ചെയ്യണം. ജൈവ കീടനാശിനികളല്ലേ നമ്മൾ സ്പ്രേ ചെയ്യണത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് 3-4 പ്രാവശ്യമെങ്കിലും അടിച്ചു കൊടുത്താലേ ഇങ്ങനെയുള്ള കീടങ്ങൾ നമ്മുടെ ചെടിയിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. മാർക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഈ നമ്മുടെ രാസവളങ്ങളൊക്കെ കിട്ടാണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാനും പുഴുക്കൾ പോവാനൊക്കെ. പക്ഷേ അത് നമ്മുടെ പക്ഷികളൊക്കെ വന്ന് തേൻ കുടിക്കുന്നതല്ലേ. അപ്പം നമ്മുടെ പക്ഷികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ടാണ് അധികം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പുഴുശല്യം സഹിക്കാൻ പറ്റാഞ്ഞപ്പോൾ ഞാൻ വിനാഗിരിയും സോപ്പും വെള്ളം കൂടി അടിച്ചു കൊടുത്തിട്ട് ഇപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നല്ല റോസൊക്കെ നല്ല പൂത്ത് വന്നു കേട്ടോ. കീടങ്ങളൊക്കെ പോയി, ആ പ്രാണികളൊക്കെ പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാണികൾ കാണുമ്പോഴും പുഴുക്കളെ കാണുമ്പോഴൊക്കെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ ചെടികളൊക്കെ വളർന്ന് പൂക്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, താങ്ക് യു.